ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന 3 പവർഫുൾ ടെക്നിക്കിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ മൈൻഡാണോ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതോ നമ്മളാണോ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പറ്റുമെങ്കിൽ നിങ്ങളത് കമന്റുകളായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുറത്തുള്ള സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ പുറത്തുള്ള വ്യക്തികളാണ് എന്നൊക്കെ. എന്നാൽ ഞാൻ പറയുകയാണ് അങ്ങനെയല്ല ഫ്രണ്ട്സ്. നമ്മുടെ മൈൻഡ് തന്നെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യുക. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന ചില ചിന്തകൾ. നമ്മളൊരു ആക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫെയിൽ ആകുമോ? അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ നമ്മളൊരു ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ന് ചെയ്യേണ്ട കേട്ടോ, നാളെ ചെയ്താലോ? എന്നുള്ള രീതിയിൽ മൈൻഡ് ഓരോരോ ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരും. നമ്മളത് പലപ്പോഴും അത് ട്രൂത്തായിട്ട് കാണാൻ ശ്രമിക്കും. അത് നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ അത് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. എന്നാൽ സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ വരുന്ന എല്ലാ ചിന്തകളെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ചിന്തകളെ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന 3 പവർഫുൾ ടെക്നിക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഒബ്സർവർ ടെക്നിക്കാണ്. അതായത് ഐ ആം നോട്ട് മൈ തോട്ട്സ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ചിന്തകളെ നമ്മളങ്ങ് വിശ്വസിക്കുവാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് റിയൽ ആണെന്നുള്ള രീതിയിൽ നമ്മളങ്ങോട്ട് ട്രൂത്തായി കാണാൻ ശ്രമിക്കും. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇത് രണ്ടാമത്തെ ചാനലാണ്. ആദ്യത്തെ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വന്ന കുറേ തോട്ട്സ് ഉണ്ട്. നിന്റെ വോയിസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ? നിന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ? നിന്റെ ഫേസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ? നീ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുമോ? നീ പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് 100 കണക്കിന് 500 കണക്കിന് ആളുകൾ വന്നിരിക്കുന്നുണ്ട്. അവരെയൊക്കെ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? നീ പറയുന്നതൊക്കെ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? എന്തെന്നില്ലാത്തൊരു ഭയവും വെപ്രാളവും അതിനനുസരിച്ചുള്ള ചിന്തകളും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് മനസ്സിൽ വരാൻ തുടങ്ങി. പക്ഷേ നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മൾ അവിടെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒബ്സർവ് ദ തോട്ട്സ്. നല്ല തോട്ട്സ് ആണെങ്കിൽ നമുക്കതിനെ സ്വീകരിക്കാം. ബാക്കിയുള്ളവയെ ഓവർകം ചെയ്ത് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക. തോട്ട്സ് ആർ ഓൺലി വിസിറ്റേഴ്സ്. വി ആർ ദ ഒബ്സർവേഴ്സ്. അപ്പോൾ നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയുക. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു റൂളാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ് 5 സെക്കൻഡ് റൂൾ. അതായത് നമ്മളൊരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഇങ്ങനെ എക്സ്ക്യൂസസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ എക്സ്ക്യൂസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൈൻഡ് എടുക്കുന്ന ഒരു സമയമുണ്ട്. അത് 5 സെക്കൻഡ്സ് ആണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ തലേന്ന് രാത്രിയിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. അങ്ങനെ നമ്മൾ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് 5 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് രാത്രി കിടക്കുകയാണ്. അപ്പൊ 5 മണിക്ക് അലാറം അടിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ നമ്മൾ പോവുകയാണ്. എന്താ? എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ മൈൻഡിലേക്ക് ചിന്തകൾ വരാൻ തുടങ്ങും. എന്താണ്? കുറച്ചു നേരം കൂടി കിടക്കാം. അല്പം നേരം കൂടി കിടന്നാലെന്താ? 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. അത് അങ്ങനെ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് ആണ്. ആ 5 സെക്കൻഡ്സിന് മുൻപ് തന്നെ വിത്തിൻ 5 സെക്കൻഡ്സിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ജിമ്മിന് പോകുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലോ, എക്സർസൈസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിലോ, ഇതേപോലെ ഏത് ആക്ഷൻ എടുക്കുന്നതിന് മുൻപും ഇതുപോലെയുള്ള തോട്ട്സ് വരുന്നതിന് ഒരു 5 സെക്കൻഡ്സ് മൈൻഡ് എടുക്കാറുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും മനസ്സിന് തിങ്ക് ചെയ്യാനായിട്ട് സമയം കൊടുക്കരുത്. ആക്ഷൻ കിൽസ് ഡൗട്ട്സ്. ഓക്കെ. അപ്പോൾ ഈ ഒരു റൂൾ എപ്പോഴും മനസ്സിലാക്കുക. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് അറ്റൻഷൻ ഷിഫ്റ്റ് ടെക്നിക്ക്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഈ വരുന്ന തോട്ട്സിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല. പിന്നെയോ നമ്മുടെ അറ്റൻഷൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുക. ഒരു കാരണവശാലും നമുക്ക് മൈൻഡിനെ തോട്ട്സിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവിടെ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഇങ്ങനെ വളർന്ന് 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 വലുതാകും. അല്ലേ? എന്നാൽ അതേസമയം ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻസിലേക്കാണ് 2 മണിക്കൂർ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലോ പ്രശ്നം ഇങ്ങനെ ചുരുങ്ങി 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 തീരെ ഇല്ലാതാക്കുവാനുള്ള ആശയങ്ങൾ നമ്മളിലേക്ക് വരും. ശരിയല്ലേ? അപ്പോ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുക. നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിനെ സൈലൻസ് ആക്കുക എന്നുള്ളതല്ല. മൈൻഡ് പറയുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പ്രാക്ടീസ് നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ മൈൻഡ് തന്നെ
നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ആയുധമായി മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ടെക്നിക്കുകൾ നിങ്ങളൊന്ന് ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് ഒബ്സർവർ ടെക്നിക്, ചിന്തകളെ നിരീക്ഷിക്കുക. രണ്ടെന്ന് പറയുന്നത് 5 സെക്കൻഡ് റൂൾ, ഒരു ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് അതെടുക്കാൻ തയ്യാറാവുക. ഒരു 5 സെക്കൻഡ്സ് എങ്കിലും മൈൻഡിന് കൊടുത്താൽ മൈൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് തരും. അപ്പോൾ അതിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ആ 5 സെക്കൻഡ്സിന് മുമ്പ് തന്നെ ആക്ഷൻ എടുക്കുക. 3 പറയുന്നത് അറ്റൻഷൻ ഷിഫ്റ്റ് ടെക്നിക്, അതായത് മൈൻഡിലേക്ക് വരുന്ന ചിന്തകളെല്ലാം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല മൈൻഡ് കൺട്രോളിങ്. പിന്നെയോ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുക, വേറെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഡയറക്റ്റ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 ടെക്നിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നല്ലൊരു സെൽഫ് മാസ്റ്ററിയിലേക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്,